ആഴത്തിൽ അങ്ങേ അറിയുവാൻ എന്നേശുവേ കൊതിയായിടുന്നേ. ആഴത്തിൽ അങ്ങേ സ്നേഹിക്കുവാൻ ഉള്ളിൻ്റെ ഉള്ളം തുടിച്ചുയരുന്നേ. എൻ ദൈവമേ, എൻ സ്വന്തമേ, എന്നേശുവേ, എൻ ജീവനേ. ദൈവത്തിൻ സ്നേഹത്തിൻ്റെ വീതിയുയരങ്ങളും നീളവും ആഴങ്ങളും ആരാഞ്ഞിടുന്നേ. ദൈവത്തിൻ സ്നേഹത്തിൻ്റെ വീതിയുയരങ്ങളും നീളവും ആഴങ്ങളും ആരാഞ്ഞിടുന്നേ. പാപച്ചേറ്റിൽ കിടന്നു നാറ്റം വാമിച്ചെന്നാലും പാപമില്ല പരിശുദ്ധനെന്നെ മാർവോടണച്ചു, എന്നെ മാർവോടണച്ചു, എന്നെ മാർവോടണച്ചു. എൻ ദൈവമേ, എൻ സ്വന്തമേ, എന്നേശുവേ, എൻ ജീവനേ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. വീണ്ടും നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നലെ കേട്ട മെസ്സേജിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ഉള്ളിൽ വരിക, അതിനുവേണ്ടി നമ്മളെ തന്നെ സൂക്ഷിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയും വ്യക്തിപരമായ പ്രാർത്ഥന ജീവിതത്തിലും മുന്നേറുക. എന്നെ കാണുന്നവരോട് ഞാൻ പറയാം, there is no shortcut to prayer. കർത്താവിൻ്റെ പദ്ധതി പ്രെയർ എന്ന് പറയുന്നത് തന്നെ ഒരു ഇരുന്ന് കുറേ നേരം എന്നാ പറയുന്നത് ഒരേ കാര്യം ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ. കർത്താവിൽ നിന്നും സ്ട്രെങ്ത് ഡ്രോ ചെയ്തെടുക്കുന്ന, കൊമ്പ് മുന്തിരിവള്ളിയിൽ കൊമ്പ് വസിക്കുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥന. അത് സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കും. നമ്മുടെ മനസ്സാക്ഷി എപ്പോഴും ലൈവായിരിക്കും. എന്ന് പറഞ്ഞാൽ മരവിപ്പിച്ച് പോകത്തില്ല. കയ്പ്, വിദ്വേഷം, പക ഇതെല്ലാം വരുമ്പോഴാണ് നല്ല മനസ്സാക്ഷി കളഞ്ഞു പോകുന്നത്. നല്ല മനസ്സാക്ഷി കളയുമ്പോൾ വിശ്വാസവും താണു പോകും. അത് പോകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കുണ്ടായിരിക്കണം. സോ ഓവർ ടു ദ മെസ്സേജ്. ശക്തമേറിയ അഭിഷേകത്താൽ let us be filled with all the fullness.
നാഥനാം വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലേക്ക് ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലേക്ക് ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടത്തിയിടുമേ ഭുജബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടത്തിയിടുമേ ഭുജബലത്താൽ. അത്ഭുതമേശുവിൻ നാമം ഭൂവിലേക്കും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം നൃത്തത്തോടെ ഉയർത്തിടാം. യേശു 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 ആരിലും വലിയവേ. യേശു 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 ആരിലും മതിയായവേ. യേശു യേശു അവൻ ആരിലും വലിയവേ. യേശു 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 ആരിലും മതിയായവേ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ നിന്നെയാകെ വായിക്കുന്നവേ. പാപമെല്ലാം അകറ്റുന്നവേ. പുതുജീവനിൽ പകരുന്നവേ. പാപമെല്ലാം അകറ്റുന്നവേ. പുതുജീവനിൽ പകരുന്നവേ. യേശു 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 ആരിലും വലിയവേ. യേശു The goodness of God is what has made us and is building us every day. ദൈവത്തിന്റെ നന്മ അത് നമ്മെ നിർമ്മിച്ച് നമ്മുടെ ജീവിതത്തെ എല്ലായ്പ്പോഴും നിറച്ചുകൊണ്ടിരിക്കുകയാണ്. The Bible says, വേദപുസ്തകം പറയുന്നു, work out your salvation. നിന്റെ രക്ഷയെ പ്രവർത്തിച്ചെടുക്കുക. Again I want to repeat. വീണ്ടും ഞാൻ ആവർത്തിക്കാം. The Bible does not say വേദപുസ്തകം ഇപ്രകാരം പറയുന്നില്ല, work for your നിന്റെ salvation. രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്നല്ല. Turn to someone and say, the Bible does not say അടുത്തിരിക്കുന്ന ആളോട് പറ, വേദപുസ്തകം പറയുന്നില്ല work for your നിന്റെ salvation, രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന്. but it says എന്നാൽ ഇങ്ങനെ പറയുന്നു, work out your നിന്റെ salvation. രക്ഷ പ്രവർത്തിച്ചെടുക്കുക. Hallelujah. ഹല്ലേലൂയ. Rohit goes to the gymnasium രോഹിത് ജിംനേഷ്യത്തിൽ പോകുന്നു. and the word he uses is, താൻ അവിടെ ഉപയോഗിക്കുന്ന വാക്യതാണ്, I do the work out. ഞാൻ പ്രവർത്തിച്ചെടുക്കുകയാ. Hallelujah. Hallelujah. He's going to the gym to do work out. താൻ ജിംനേഷ്യത്തിൽ പോയി പ്രവൃത്തി എടുക്കുകയാ ചെയ്യുന്നത്. What happens when he works out? താൻ പ്രവൃത്തി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? What does happen when he's working it out? അവൻ ആ ജിംനേഷ്യത്തിൽ ചെന്ന പ്രവൃത്തി എടുക്കുമ്പോൾ എന്താ You സംഭവിക്കുന്നത്? remember the old Rohit? നിങ്ങളെ പഴയ രോഹിത്തിനെ ഓർക്കുന്നുണ്ടോ? Big stomach like this. വലിയ വയറും കൂനി ഒക്കെ നിൽക്കുകയായിരുന്നു. But look at him today. എന്നാൽ ഇന്നൊന്ന് നോക്കിയാട്ടെ, When he went to the work out, താൻ ആ പ്രവൃത്തി എടുത്തതിൽ കൂടെ when കടന്നുപോയപ്പോൾ, he started to exercise, താൻ ആ പരിശീലനം the ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, muscles in his body which was already there തന്റെ ശരീരത്തിൽ നേരത്തെ തന്നെ മസിലുകൾ ഉണ്ടായിരുന്നു, began to come out. എന്നാൽ അത് വെളിപ്പെട്ട് വരാൻ തുടങ്ങി. And today we say, ഇപ്പോൾ നമ്മൾ പറയും, wow, ഓ ഈ മസിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്നോ? Hallelujah. Hallelujah. Was it there? ഇത് നേരത്തെ എവിടെ ഉണ്ടായിരുന്നു? But you didn't look like this there. നേരത്തെ ഇങ്ങനെയല്ലായിരുന്നല്ലോ കണ്ടിരുന്നത്. He will say, അപ്പോൾ താൻ പറയും, I went to the gym, ഞാൻ ജിംനേഷ്യത്തിൽ പോയി, worked out, ഞാൻ അവിടെ പരിശീലനം and ഏറ്റെടുത്തു, because I worked out, ഞാൻ അവിടെ ജോലി the ചെയ്തെടുത്തപ്പോൾ muscles have come out. എന്റെ മസിലുകളൊക്കെ വെളിപ്പെട്ട് വന്നു. Work out. പ്രവർത്തിച്ചെടുക്കുക. Work out your salvation. എടുത്ത് രക്ഷയെ പ്രവർത്തിച്ചെടുക്കുക. Working out your salvation നിങ്ങളുടെ രക്ഷയെ പ്രവർത്തിച്ചെടുക്കുക. is not working for your അത് salvation. രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കലല്ല. Working out is പ്രവൃത്തി എടുക്കുക എന്ന് the പറഞ്ഞാൽ glory that is already inside of ആ you. തേജസ് നിങ്ങളുടെ ഉള്ളിൽ നേരത്തെ തന്നെ ഉണ്ടല്ലോ. When you walk in the word of God, നിങ്ങൾ വചനത്തെ അനുസരിച്ച് നടക്കുമ്പോൾ, even when you are not good, നിങ്ങൾ നല്ലതല്ലാതിരിക്കുമ്പോഴും something awesome happens. അത്ഭുതകരമായ ചിലത് അവിടെ സംഭവിക്കും. You will say, behold, I cannot believe this. ഓ മറ്റുള്ളവർ കണ്ടിട്ട് പറയും, ഓ കാൺമീൻ, എനിക്കത് വിശ്വസിപ്പാൻ കഴിയുന്നില്ല. Not because I am good, ഞാൻ നല്ലവനായതുകൊണ്ടല്ല, but because he cannot change his word. അവന്റെ വാക്കിനെ അവന് മാറ്റാൻ He കഴിയാത്തത് കൊണ്ട് pours his goodness. ദൈവത്തിന്റെ നന്മ എന്റെ മേൽ തന്നു. He pours his goodness. അവന്റെ നന്മ എന്റെ മേൽ തന്നു. When I see this, ഞാനത് കാണുമ്പോ I am under fear and trembling. ഞാൻ ഭയത്തോട് വിറയ്ക്കും. Why? ഓ എന്തുകൊണ്ട്? Even though I am not good, ഞാൻ നല്ലവനല്ലാഞ്ഞിട്ടും because I am saved, ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് he is pouring his goodness upon me. അവന്റെ നന്മ എന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുക. Hallelujah. ഹല്ലേലൂയ. That is why Hebrews 6:9 says, അതുകൊണ്ടാണ് എബ്രായ ലേഖനം 6:9 പറയുന്നു, my beloved, എന്റെ പ്രിയ സ്നേഹിത, my beloved, എന്റെ പ്രിയനേ. hallelujah. ഹല്ലേലൂയ. Hebrews 6:9. എബ്രായ ലേഖനം 6-ാം അധ്യായം
9-ാമത്തെ വാക്യം. Hallelujah. But beloved, എന്നാൽ പ്രിയമുള്ളവരെ, we are confident of better things concerning you. നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ശുഭമേറിയ കാര്യം. ശുഭമേറിയ കാര്യങ്ങളിൽ. അടുത്തിരിക്കാൻ പറഞ്ഞിട്ട് രക്ഷയുടെ കൂടെ സൗജന്യമാ എല്ലാ ശുഭമേറിയ കാര്യവും. എല്ലാ ശുഭമേറിയ കാര്യം രക്ഷയുടെ കൂടെ സൗജന്യമാണ്. Hallelujah. Hallelujah. Things that accompany salvation. രക്ഷയെ അനുഗമിക്കുന്ന കാര്യങ്ങൾ. Hallelujah. Hallelujah. എൻ്റെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിറഞ്ഞു നിൽക്കുക. ആമേൻ. Hallelujah. Hallelujah. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്തപ്പോൾ, എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടില്ല, ബൈബിൾ വായിച്ചിട്ടില്ല, ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു അത്ഭുതം. മറ്റേത് പറയായിരുന്നു പ്രാർത്ഥിച്ചതിന്റെ ഗുണം കൊണ്ട് കിട്ടിയതാണ്. ഹല്ലേലൂയ. ഞാൻ എല്ലാം നിർത്തിയെന്നേ, ചുമ്മാ പിന്മാറ്റക്കാരനായി ഞാൻ പോവുക. അപ്പോഴാ പ്രതീക്ഷിക്കാത്തപ്പം അവിടെയാ ഭയം. ഹല്ലേലൂയ. There is a wonderful story. ഒരു മനോഹരമായ കഥയുണ്ട്. Jesus is walking to the Sea of Galilee. യേശു ഗലീല കടൽ തീരത്തോട് നടക്കുകയാണ്. Hallelujah. Hallelujah. They're all fishermen, toiled all night. ആ രാത്രി മുഴുവൻ അധ്വാനിച്ച ആ മുക്കുവന്മാർ അവിടെ ഉണ്ട്. Jesus gets into a boat. യേശു ഒരു പടകിന്മേൽ കയറി. Peter's boat. പത്രോസിന്റെ ബോട്ട്. Starts preaching. താൻ അവരോട് പ്രസംഗിപ്പാൻ തുടങ്ങി. They are washing their nets. പത്രോസ് അവിടെ നിന്നുണ്ട് വല കഴുകുക. He doesn't bother. താൻ അതിനെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. Because he did not get even one fish. തനിക്ക് ഒരു മീൻ പോലും കിട്ടിയില്ലല്ലോ. His worry is he doesn't have money. How can he go to his house? തന്റെ ഭാരം മുഴുവൻ തന്റെ കയ്യിൽ മീനില്ല, പണമില്ല, എങ്ങനെ വീട്ടിൽ പോകും? മാത്രമല്ല എപ്പോഴും പഞ്ഞി പിടിക്കുന്ന ഒരു അമ്മയമ്മയും കൂടെ വീട്ടിലുണ്ട്. Hallelujah. Hallelujah. He's so worried. താൻ വളരെ ഭാരപ്പെട്ട് നിൽക്കുന്നു. For him, തന്നെ സംബന്ധിച്ച് Jesus sitting and preaching doesn't make any difference. യേശു അവിടെ ഇരിക്കുന്നതും പ്രസംഗിക്കുന്നതും തനിക്കൊരു കാര്യമില്ല. Suddenly Jesus says, പെട്ടെന്ന് യേശു പറയുക, Peter, പത്രോസേ, come. വാ, Take your nets. വലകൾ എടുക്ക. Hallelujah. Hallelujah. Take your nets. നിന്റെ വലകൾ എടുക്ക. Let's launch to the deep. നമുക്ക് ആഴത്തിലേക്കൊന്ന് പോവാം. Hallelujah. Peter might have looked into Jesus. പത്രോസ് ഇങ്ങനെ യേശുവിനെ നോക്കി കാണും. And that is why even though Jesus asked to take him the nets, he took only one net. താൻ വലകൾ എടുക്കാൻ യേശു പറഞ്ഞെങ്കിലും പത്രോസ് ഒരു വലയെ എടുത്തുള്ളൂ. Hallelujah. Hallelujah. ഇത് ഞാൻ പറഞ്ഞതല്ലേ, കേറിയേക്കാം. Come, let us go to the deep. നമുക്ക് ആഴത്തിലേക്ക് നീങ്ങാം. You know Jesus, in daytime we don't get fish. യേശുവേ, നിനക്കറിയാമല്ലേ പകൽ സമയത്ത് മീനൊന്നും കിട്ടത്തില്ല. And you are a carpenter, I am a fisherman. You don't know. നീ ഒരു മരപ്പണിക്കാരൻ, ആശാരിയ, ഞാനൊരു മുക്കുവനാ. നിനക്കറിയത്തില്ല, എനിക്കറിയാം. What do you know? നിനക്കറിയില്ലല്ലോ. Anyhow, എന്നാലും by your word, നിന്റെ വാക്കിന് I am going. നീ പറഞ്ഞതല്ല ഞാൻ വരാം. Working out the word of God. ദൈവത്തിന്റെ വചനത്തെ പ്രവർത്തിച്ചെടുക്കുക. What he said, താൻ പറഞ്ഞത് I am going to do. അതാ പോയേക്കാം. പോയേക്കാം. മീൻ കിട്ടത്തില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം, പിന്നെ അങ്ങയുടെ വാക്കുകൊണ്ട് ചെയ്തേക്കാം. വലത്തോട്ട് അങ്ങോട്ട് വലയിട്. ഇട്ടേക്കാം. പിന്നെ അങ്ങോട്ട് പോരുന്നില്ല. രണ്ട് കഴിക്കും വരുന്നില്ല. കേറ്റിയപ്പോ വലിച്ചോ, ആണ്ടെ വെള്ളം മുങ്ങാൻ പോകുന്നു. പടക് നിറഞ്ഞു. യേശുവേ, ദേ മീന്. നല്ല പത്രോസ് പറഞ്ഞത്, fear came inside of him. അവന്റെ ഹൃദയത്തിൽ ഭയമുണ്ടായി. He trembled. അവൻ വിറയ്ക്കുവാൻ തുടങ്ങി. The miracle, അത്ഭുതം. Suddenly his eyes came out of the miracle. തന്റെ കണ്ണ് അത്ഭുതത്തിൽ നിന്ന് വെളിയിൽ വന്നു. Looked at the miracle worker. അത്ഭുതം പ്രവർത്തിക്കുന്നവനിലേക്ക് പതിഞ്ഞു. Tell you my friend, ഓ പ്രിയ സ്നേഹിതാ, God is a good God. ദൈവം നല്ല ദൈവമാണ്. God is a good God. ദൈവം ഒരു നല്ല He ദൈവമാണ്. will not punish you. അവൻ നിന്നെ ശിക്ഷിക്കയില്ല. Goodness itself is punishment. അവന്റെ നന്മ അത് ശിക്ഷ തന്നെയായി മാറും. Work out your salvation. നിന്റെ രക്ഷയെ പ്രവർത്തിച്ചെടുക്ക. You see it happen. നീ അത് നടക്കുന്നതായി കാണുമ്പോൾ
come under you. ഭയവും വിറയലും നിന്റെ ഉള്ളിൽ വരും. Love. സ്നേഹം. Love. സ്നേഹം. I want to tell you a prophetic word today. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രവചനാത്മകമായ ഒരു വാക്ക് പറയാം. Again. വീണ്ടും this is a release from the Holy Spirit. ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞു വിടുകയാണ്. Heavenly feast, I am telling you, every member in the heavenly feast. സ്വർഗ്ഗീയ വിരുന്നിലെ ഓരോ അംഗങ്ങളും സ്വർഗ്ഗീയ വിരുന്നിലെ You അംഗങ്ങളോട് are പറയാം. going to see such beholding miracles in every area of your life that you will be amazed and you will shout, glory, blessed is the one who came in the name of the Lord. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നീ തന്നെ അത്ഭുതപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ടതെന്ന് നീ വിളിച്ചു പറയും. Hallelujah! ഹല്ലേലൂയ. Hallelujah! ഹല്ലേലൂയ. Hallelujah! ഹല്ലേലൂയ. Hallelujah! ഹല്ലേലൂയ. Just focus on Jesus. യേശുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Focus on his word. അവന്റെ വചനത്തിൽ ശ്രദ്ധിക്കുക. You are already saved. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതാ. But when you work out the glory that is inside of you, നിങ്ങളുടെ ഉള്ളിലുള്ള തേജസ്സിനെ നിങ്ങൾ പ്രവർത്തിച്ചെടുക്കുമ്പോൾ, my God, this was there. ഓ എന്റെ ദൈവമേ, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? When you exercise yourself നിങ്ങൾ തന്നെ പരിശീലിക്കുമ്പോൾ, into the faith that is already given inside of നിങ്ങളുടെ you, ഉള്ളിൽ നൽകപ്പെട്ട വിശ്വാസത്തിലേക്ക് നിങ്ങൾ പരിശീലിക്കുമ്പോൾ, you will get closer to him in fear and awe. ഓ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വളരെ അടുത്ത് വരും, ഭയത്തോടും വിറയലോടും കൂടെ. Hallelujah! ഹല്ലേലൂയ. You will never look back. നിങ്ങൾ പുറകേക്ക് തിരിഞ്ഞു നോക്കയില്ല. You know, Jesus said, യേശു പറഞ്ഞു, he who puts the hand on the plow and looks back is not worthy of me. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ എന്റെ വേലയ്ക്ക് യോഗ്യനല്ല. You remember, Jesus said, come follow me. യേശു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? വാ എന്നെ പിന്തുടരുക. I think this is in Gospel according to Luke ഞാൻ വിശ്വസിക്കുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 9. അതിന്റെ 9-ാം അധ്യായം. Yeah, 62. 62-ാമത്തെ വാക്യം. But Jesus said unto him, no one having put his hand on the plow and looking back is fit for the kingdom of God. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. His hand is on the plow. തന്റെ കൈ കലപ്പമേലുണ്ട്. Who asked you to put the hand on the plow? ആ കലപ്പ കൈവെക്കാൻ ആര് പറഞ്ഞു? Jesus. യേശു. Hallelujah. ഹല്ലേലൂയ. This man ഈ മനുഷ്യൻ now is putting his hand on the plow. ഇപ്പോൾ ആ കലപ്പമേൽ The കൈവച്ചിരിക്കുന്നു. master said, യജമാനൻ പറഞ്ഞു, go. മുമ്പോട്ട് പോ. But then he thinks, പെട്ടെന്ന് താൻ വിചാരിക്കുകയാണ്, I have to bury my father. എന്റെ അപ്പം മരിച്ചു കിടക്കുന്നു, കൊണ്ടുപോയി ശവം അടക്കണ്ടേ. He is not confident on the word which God said, but he is thinking that he has to do something. ദൈവം പറഞ്ഞ വാക്കിൽ താൻ ആശ്രയിക്കാതെ താൻ ചിന്തിക്കുക താൻ എന്തൊക്കെയോ ചെയ്യണം. എന്നാൽ കലപ്പയുടെ രണ്ട് ഫ്രണ്ടിലും കാളയും എല്ലാം ഫിറ്റ് ചെയ്ത് നീ കിളയ്ക്കാൻ ഒഴുകാൻ തയ്യാറായി നിൽക്കുക. കണ്ടിട്ടുണ്ടോ കലപ്പയുടെ മുമ്പിൽ രണ്ട്. ചുരുക്കം പറഞ്ഞാൽ രക്ഷയെന്ന് പറയുന്ന ഇതാ, കലപ്പയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനെ നിന്നോണ്ടാ മതി, കൂട്ടത്തിൽ തൂമ്പയും കൂടെ എടുക്കരുത്. പറഞ്ഞിട്ട് കർത്താവ് ഏൽപ്പിച്ചത് ചെയ്യാൻ പറഞ്ഞാൽ ബാക്കി എല്ലാം കർത്താവ് തന്നെ ചെയ്തോളും. കൂട്ടത്തിൽ ഒരു തൂമ്പയും കൂടെ, എങ്ങാനും ഈ കാളയെ കൊണ്ട് ഉഴുതില്ലെങ്കിലോ. ജീസസ് ഇസ് അനദർ വേർഡ് സേയിങ്, യേശു മറ്റൊരു വചനത്തിൽ പറയുക, those who depend on themselves is not worthy of me. തന്നെ താൻ ആശ്രയിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. Depend on his word. അവന്റെ വചനത്തിൽ ആശ്രയിക്കുക. Work out the salvation, നിന്റെ രക്ഷയെ പ്രവർത്തിച്ചെടുക്കുക. meaning everything that is in you. That is why the Bible says in 2 Peter chapter 1, everything pertaining to life and godliness is already inside of you. 2 പത്രോസ് 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുക, ജീവനും ഭക്തിക്കുമുള്ള സകലതും നിങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്നു. Through which he has given you precious promises. അവയാൽ നിങ്ങൾക്ക് അതിവിലയേറിയ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Not little promise, precious promise. ചെറിയ ലഘുവായ വാഗ്ദത്തങ്ങളല്ല, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ. നീ വാലല്ല തലയാകും എന്നുള്ള വാഗ്ദത്തമല്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ.
അവൻ മരിച്ചാലും ജീവിക്കും. Hallelujah. ഹല്ലേലൂയ. Mighty glory it's in me. വളരെ മഹത്തേറിയ തേജസ് നമ്മുടെ ഉള്ളിലുണ്ട്. That is why in Galatians the Bible says, my God will supply all my need according to his riches. Philippians 4:19. ഫിലിപ്പിയ ലേഖനം 4:19 പറയുകയാണ്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. The glory that is invested in me itself is everything that I need is provided already. എന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന തേജസ്, അതിനോടുകൂടെ എനിക്ക് വേണ്ട സകലതും അതിനകത്തുണ്ട്. I want money. എനിക്ക് പണം വേണം. Now I know that ഇപ്പോൾ my എനിക്കറിയാം, God will supply all my need according to the glory of his riches which is എനിക്ക് inside of me. നന്നായിട്ട് അറിയാം, എന്റെ ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന തേജസ്സിന് അനുസൃതമായി എനിക്ക് വേണ്ടുന്നത് മുഴുവൻ തരും. എത്ര പേർക്ക് ഉറപ്പുണ്ടോ? Now you have a financial problem. ഇപ്പോൾ നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുക. എങ്ങനെയാണോ അത് ശരിയാകും? അതാ കൈ വെച്ചിരിക്കുന്ന ഇടയ്ക്ക് ആ തുമ്പയും ഇങ്ങെടുത്തോ. No, I will stand a foot there strongly, knowing that at my due time whatever is required will come for me. ഞാൻ അവിടെ ഉറച്ച കാലോടുകൂടെ അവിടെ തന്നെ നിൽക്കും. എനിക്കൊന്നറിയാം, തക്ക സമയം വരുമ്പോൾ എനിക്ക് വേണ്ടുന്നത് മുഴുവൻ അവിടെ ഒരുക്കപ്പെടും. And when it comes, അത് വരുമ്പോൾ I will be in awe. ഞാൻ അത്ഭുതപ്പെടും. I will work out my salvation. ഞാൻ എൻ്റെ രക്ഷയെ പ്രവർത്തിച്ചെടുക്കും. Hallelujah. ഹല്ലേലൂയ. I will work out the glory that is inside of me. എൻ്റെ ഉള്ളിലുള്ള തേജസ്സിനെ ഞാൻ പ്രവർത്തിച്ച് വലുതാക്കും. Hallelujah. ഹല്ലേലൂയ. When we call our children, നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോൾ, രോഹിത്തെ വാ നമുക്ക് പോവാം, രോഹിത്തെ വാ നമുക്ക് പോവാം. അത് കഴിഞ്ഞ് വന്നില്ല നമ്മൾ വണ്ടി കയറി അങ്ങ് പോവോ? പിന്നെ രണ്ടാമത്തേത്, എടാ നിന്നോടല്ലേ പറഞ്ഞെങ്കിൽ വരാൻ. പിന്നെ വണ്ടിയെന്ന് ഇറങ്ങും, ഡാ വണ്ടിയെ കയറാൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വിഷയം മാറിയേ പറ്റൂ. യേശുവിൻ്റെ നാമത്തിൽ ഈ വിഷയം മാറിയേ പറ്റൂ. യേശുവിന്റെ നാമത്തിൽ പോയി കടലിൽ വീഴാനാ പറഞ്ഞേ. അടുത്തിരിക്കാൻ പറഞ്ഞിട്ടെ, പറഞ്ഞത് ഇട്ടേച്ച് പോകരുതെന്ന് പറഞ്ഞു വിട്ടേച്ച് പോകരുത്. സ്വർഗം അതിനുവേണ്ടി എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുക. ആമേൻ. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. നിങ്ങളുടെ രക്ഷയെ പ്രവർത്തിച്ചെടുക്കുക. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? നടക്കത്തില്ല എന്നറിയാം, എന്നാലും ഒന്ന് പ്രാർത്ഥിച്ചു വിട്ടേക്കാം. നടന്നു കഴിയുമ്പോൾ അയ്യോ അന്ന് പ്രാർത്ഥിച്ചതാണല്ലോ. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. അതാ അത് നടക്കുമ്പോൾ എത്ര കൊടും പാപത്തിൽ കിടക്കുന്നവനോ അവൻ്റെ ഉള്ളിൽ വിറവൽ വരും. ഞാനിത് വെറുതെ അല്ലല്ലോ, ഈ വിശ്വാസം, ഈ രക്ഷ വെറുതെ അല്ല. അവൻ അത്ഭുതത്തിൻ്റെ പിന്നാലെ അല്ല നടക്കുന്നത്, അത്ഭുതം നടത്തിയവൻ എൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യണ്ട, ദിനം തോറും വീര്യപ്രവൃത്തികളായി നടത്തുവാൻ. വാഗ്ദത്തങ്ങൾ മാറത്തില്ല. അവൻ പറഞ്ഞത് മുഴുവൻ നടക്കും. നിങ്ങളും ഞാനും ഒരിക്കലും നിന്ദിതരാകാൻ സമ്മതിക്കത്തില്ല. അവൻ്റെ മുഖം നോക്കിയവർ പ്രകാശിതരാകും, ലജ്ജിപ്പാൻ സമ്മതിക്കത്തില്ല. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ലോകത്തിലെ സകല കുടുംബങ്ങളും നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടും. ഇന്നത്തെ മെസ്സേജും നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു എന്നെനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. നമ്മുടെ ഉള്ളിലൊരു തീരുമാനമെടുക്കണം. എല്ലാ അലസതകളെന്ന് മാറ്റി പ്രാർത്ഥിക്കുവാൻ, വചനം വായിക്കുവാൻ. കർത്താവിനോട് പറയണം, എൻ്റെ ഉള്ളിൽ ആ ദാഹം നൽകണം.
അങ്ങനെയെങ്കിൽ യു വിൽ ബി ഫ്രൂട്ട്ഫുൾ ഓൾ ദ ടൈം. ഫ്രൂട്ട്ഫുൾ, എല്ലാത്തിലും തൊടുന്നതെല്ലാം സാധിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങ് ദാനമായി പരിശുദ്ധാത്മാവിനെ തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കൂടെ നടക്കുവാൻ, ഞങ്ങളെ പഠിപ്പിക്കുവാൻ, ഞങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവായി അത് വളർന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും നിത്യതയുടെ ഉറപ്പും ക്രിസ്തു യേശുവിലുള്ള വളർച്ചയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൊടുന്നതെല്ലാം സാധിക്കട്ടെ, അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം വീണ്ടും കാണും വരെ കർത്താവ് തൻ്റെ കൃപയിൽ നിങ്ങൾ ഓരോരുത്തരെയും പൊതിയട്ടെ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോഴിക്കോട് സെപ്റ്റംബർ 16 ബുധൻ. ശുശ്രൂഷ രാവിലെ 10 നളന്ദ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മൈസൂരിൽ സെപ്റ്റംബർ 17 വ്യാഴം. ജഗൻ മോഹൻ പാലസ്, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം. ശുശ്രൂഷ രാവിലെ 10 വൈകിട്ട് 6. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും എടക്കരയിൽ സെപ്റ്റംബർ 18 വെള്ളി. പ്രസ്റ്റീജ് പാലസ്. ശുശ്രൂഷ വൈകിട്ട് 5:30. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മഞ്ചേരിയിൽ സെപ്റ്റംബർ 19 ശനി. ജയശ്രീ ഓഡിറ്റോറിയം, കാലിക്കറ്റ് റോഡ്. बहते हुए खून की धार क्रूज से देखो आती है, बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे